ഹലോ ഗേസ്, അങ്ങനെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെയല്ല, രാത്രി തുടങ്ങിയ മഴയാണ്. രാവിലെ ആയിട്ടും തോർന്നില്ലായിരുന്നു. അപ്പം നമ്മളിന്ന് ജ്യൂസിൻ്റെ സ്റ്റോള് തുറന്നില്ല, മഴയില്ലേ. പിന്നെ മഴയത്ത് പിന്നെ ജ്യൂസിന് വലിയ ഡിമാൻഡ് ഇല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകേണ്ട ഒന്ന് രണ്ട് കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് തുറക്കണ്ടെന്ന് വിചാരിച്ച് രാവിലെ തന്നെ നമ്മളെ പോസ്റ്റ്മാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പോസ്റ്റ് വഴി വന്നിട്ടുണ്ട്, അതൊന്ന് വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ രാവിലെ അത് എടുക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ വന്നതാണ്. അങ്ങനെ വന്ന് കൊറിയറൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് എൻ്റെ മാമായുടെ വീട്ടിലോട്ട് പോയതാണ്. എൻ്റെ ഗ്യാസ് കുറ്റി അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വന്നതാണ്. രാവിലെ ഇറങ്ങിയോണ്ട് നമ്മളൊന്നും കഴിക്കാതെയായിരുന്നു വന്നത്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും മീൻകറിയൊക്കെ ആയിരുന്നു കഴിക്കാൻ. അങ്ങനെ അത് കൊണ്ടുവന്ന് അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഹൈസുവിനുള്ളത് മാമി വാരി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈസു മാമിയുടെ അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പിന്നെ മാമിയെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരെയും വേണ്ട. അങ്ങനെ നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്കല ഷോറൂമിലോട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് ഷോറൂമിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ എന്തായാലും വൈകിട്ടാവുമല്ലോ വണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ അതുവരെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് കല്ലമ്പലത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാലച്ചിറ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ, അതിലെ പാസ് ചെയ്തൊരു ഓട്ടോയിൽ കൈ കാണിച്ച് കയറി കല്ലമ്പലം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി. അപ്പോഴത്തേനും നമ്മളെ ആ അങ്കിൾ ഒരു 350 രൂപ ഫെയർ ആയിട്ട് വാങ്ങിച്ചു. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ തന്നെ ആ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. നമ്മളത് പറഞ്ഞെങ്കിലും ആ ഇങ്ങനെ ഇത്രയൊക്കെ ആവും, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്ത്. അപ്പം നമ്മൾ ഓക്കെ എന്നുള്ള രീതിയിൽ ആ ഫെയറൊക്കെ കൊടുത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ഡൗട്ട്, ഇത്രയൊക്കെ ആവുമോ? അങ്ങനെ നമ്മൾ ആ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഒന്ന് തിരക്കി. അതുപോലെ തന്നെ ഇത് ഫെയറും കാര്യങ്ങളും അറിയാവുന്നവരടുത്തുമൊക്കെ തിരക്കിയപ്പോൾ എല്ലാവരും പറയണത് 200 രൂപയിൽ കൂടുതലാവത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ അങ്കിള് നമ്മൾ 150 രൂപയ്ക്ക് നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കുമ്പോൾ ഒരു മയത്തിനൊക്കെ പറ്റിക്കേണ്ട ഒരു 50 രൂപയൊക്കെ എക്സ്ട്രാ വാങ്ങിയെങ്കിൽ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് 150 രൂപയെന്ന് പറയുമ്പോൾ എന്തൊക്കെ മനുഷ്യരല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ, ഡിസ്പ്ലേ മാറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്, എനിക്ക് ഫോണില്ലാതെ 2 ദിവസം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ബാഗ് വാങ്ങിക്കാൻ കയറിയപ്പോൾ ഈ ബബിളിൻ്റെ സാധനം കണ്ടപ്പോഴത്തേന് ഹൈസൂന് ഇത് വേണമെന്ന് പറഞ്ഞ് അതെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഗ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഈ ബാഗ് അങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം കൂടെ എടുത്ത് ഞാൻ ഇങ്ങനെ മാറി മാറി നോക്കിയെങ്കിൽ ലാസ്റ്റ് ഇത് എന്നെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ബാഗിൻ്റെ വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ പിന്നെ ഞാൻ അത് വെച്ചിട്ട് ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മാമാരുടെ വീട്ടിലോട്ട് ഒന്ന് പോയി. എന്തായാലും വണ്ടി കിട്ടാൻ വൈകിട്ടാവുമല്ലോ, അപ്പോൾ അത്രയും നേരം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് പോയതാണ്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വൈകിട്ടായപ്പോൾ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ പൗച്ച് കിട്ടാനില്ലായിരുന്നു. അങ്ങനെ കുറേ തിരക്കി അവസാനം ഈ പൗച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ബസ്സിലാണേ പോകുന്നത്. അപ്പം ഹൈസു ബസ്സിൽ കയറി കുറച്ച് നേരം ഇക്കാരെടുത്തിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിരിക്കാനായിട്ട് സൈഡ് സീറ്റായിരുന്നേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈസു നേരെ എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. ഈ സൈഡിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ബബിളിൻ്റെ ആ പമ്പരം കാറ്റടിച്ചിട്ട് ഇങ്ങനെ കറങ്ങും. അപ്പോൾ അത് കാണാനുള്ള കൗതുകം കൊണ്ടിട്ട് അവൻ വന്നിരുന്നതാണ്. അങ്ങനെ ഷോറൂമിൽ വന്നപ്പോൾ വണ്ടി കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വരെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.